ഇപ്പോൾ ഈ കുർബാന 8:30 8:09 ആകുമ്പോൾ തീരുമെന്നാണ് പ്രതീക്ഷ. അതിനുശേഷം എൻ്റെ പിതാവ് പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ച വീട്ടിൽ ധൂപപ്രാർത്ഥന നടക്കും. എൻ്റെ വീട്ടിൽ ധൂപപ്രാർത്ഥന നടക്കും. അതിനുശേഷം 10 മണിയാകുമ്പോൾ ആദരണീയനായ കേരളത്തിൻ്റെ ഗവർണർ, അതുപോലെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് പരിശുദ്ധ ബാബ തിരുമേനിയുടെ അധ്യക്ഷതയിൽ അഭിവന്ദിയ തട്ടിൽ പിതാവ് ആശീർവദിക്കുന്ന പരിപാടിയിൽ പ്രിയപ്പെട്ട ശശി തരൂരും അതുപോലെ തന്നെ അഭിവന്ദിയ തങ്ങളും സ്വാമി മോക്ഷപ്രധാനന്ദയും സ്വാമി ഗുരുരത്ന സ്വാമിയും വന്ന് പങ്കെടുക്കുന്ന ചടങ്ങ്, പെരുമിടം ശ്രീധരൻ വന്ന് പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നു. 3000 കുട്ടികൾക്ക് 30 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നടക്കുന്ന ചടങ്ങ്. ആ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ഒരു കുട്ടിക്ക് നൽകിക്കൊണ്ട് അത് തുടങ്ങുന്നതായിരിക്കും. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഒരു സ്പോർട്സ് ടർഫ് ഞാൻ മാളിയേക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പിന്തുണയോടും അതുപോലെ തന്നെ ഹരിഹരൻ നായർ ചേട്ടൻ എൻ്റെ പിതാവുമായി ആത്മബന്ധം പുലർത്തി അദ്ദേഹത്തെ എന്നും കാണാൻ വന്നിരുന്ന വ്യക്തി 48 സെൻറ്റ് ഭൂമി നൽകിയിട്ടുണ്ട്. അവിടെ പണിഞ്ഞ സ്പോർട്സ് അരീനയുടെ ഉദ്ഘാടനം നടക്കും. അതിനോടൊപ്പം തന്നെ 1 ഏക്കർ ഭൂമി എൻ്റെ പിതാവിൻ്റെ ഓർമ്മയ്ക്ക് വാകത്താനം പഞ്ചായത്തിൽ ഡോക്ടർ PJ ആൻ്റണി എന്ന് പറയുന്ന വ്യക്തി നൽകിയിട്ടുണ്ട്. ആ ഭൂമിയുടെ കൈമാറ്റൽ ചടങ്ങ് ഭവനരഹിതർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ളതാണ്. ആ ചടങ്ങ് ഇവിടെ നടക്കും. അതിനോടൊപ്പം തന്നെ ഈ വ്യക്തി 3 പേരെയും ആദരിക്കുന്ന ചടങ്ങ്. ഒപ്പം ഒരാൾക്ക് ഒരു ഇലക്ട്രിക്കൽ വീൽ ചെയർ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് നൽകുന്നുണ്ട്. ഒപ്പം NSS സ്കൂള് പോത്തലി ഒരു ക്രിക്കറ്റ് നെറ്റ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് തന്നെ നടക്കുന്നതായിരിക്കും. ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം ഈ കുർബാനയ്ക്ക് ശേഷം, പരിപാടിക്ക് ശേഷം ഇവിടുന്ന് ദീപശിഖ 6:45 കൂരാപ്പുഴയ്ക്ക് പോകുന്നതായിരിക്കും. അതിന് മുമ്പായി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ഓഫീസും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ഏറ്റവും പ്രിയപ്പെട്ട KC വേണുഗോപാൽ MP ഈ അവസരം നന്ദി പറയാൻ കൂടിയുള്ള അവസരം. കേരളത്തിലെ ഓരോ സാധാരണക്കാരും കഴിഞ്ഞ ഒരു വർഷക്കാലം കാണിച്ച സ്നേഹവും ദയവായ്പും ഒരിക്കലും മറക്കുവാൻ സാധിക്കത്തില്ല. ഇവിടെ ഞങ്ങൾ നിൽക്കുവാനുള്ള കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്.